ഇപ്പം ഫേസ്ബുക്കിലെ ഒരു തരംഗമാണ് പ്രിസ്മ ഫോട്ടോ എഡിറ്റിംഗ് രീതി. ഐഫോണുകാർ അവർക്ക് മാത്രം എന്നവകാശപ്പെട്ട ആൻഡ്രോയിഡുകാരെ കളിയാക്കാൻ കൂടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഫോട്ടോ എഡിറ്റിംഗ് ആണ് പ്രിസ്മ ഫോട്ടോ എഡിറ്റിംഗ്. അത് ഒരുപാട് മോഡലുകളിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയായിരുന്നു അത്. ആപ്ലിക്കേഷൻ നമുക്ക് ആൻഡ്രോയിഡ് മൊബൈലിൽ ലഭ്യമല്ല. എന്നാൽ നമുക്ക് അതിലും കിട്ടുമായിട്ട്, അതായത് അതിലുള്ളതിലും ഒരുപാട് എഫക്റ്റുകൾ ഉള്ള ഒരു രീതി, നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന രീതി നമുക്കിവിടെ പരിചയപ്പെടാം. ഇത് ഒരു ആപ്ലിക്കേഷൻ അല്ല. ഞാൻ തരുന്ന ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. ബാക്കിയുള്ളത് ഭാഗം നിങ്ങൾ കാണുക. അതിനായിട്ട് നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇതര വെബ്സൈറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് www.ostagram.ru എന്നുള്ള ഒരു പേജ് ലിങ്ക് കൂടെയായിട്ട് ചേർക്കുന്നുണ്ട്. അതിന് നിന്നും ഡൗൺലോഡ് ഓപ്പൺ ചെയ്യുക. ഇതൊരു റഷ്യൻ പേജാണ്. അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഇംഗ്ലീഷിലോട്ട് മാറ്റുക. ഇനി നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒട്ടനേകം പ്രിസ്മയിലുള്ളതുപോലെ 4ഉം 5ഉം 6ഉം ഒന്നല്ല, ഒരുപാട് ആയിരക്കണക്കിന് എഫക്റ്റുകൾ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതും അതിന്റെ ഒരു ഏകദേശ വിവരണവും നിങ്ങൾക്കിവിടെ. അടുത്തതായിട്ട് നമുക്ക് എഫക്റ്റുകൾ കൊടുക്കണമെങ്കിൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് പ്രോസസ് ആൻഡ് ഇമേജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങളോട് ഇവിടെയായിട്ട് ഒരു ചെറിയൊരു ഭാഗം കാണും. നിങ്ങൾക്ക് അതിൽ നിങ്ങൾ സൈൻ അപ്പ് ചെയ്യുവാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് സൈൻ അപ്പ് ചെയ്യണം. സൈൻ അപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇവിടെയുള്ള ടിക്ക് മാർക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെയായിട്ട് നിങ്ങളുടെ ആയിട്ടുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്യുക. ശേഷം എന്തെങ്കിലും ഒരു പേര്, നിങ്ങളുടെ നിക് നെയിം എന്ന രീതിയിൽ നിങ്ങൾ കൊടുക്കുക. ശേഷം എന്തെങ്കിലും ഒരു ചിത്രം നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത്, പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട ഒരു ചിത്രം, അത് നിങ്ങളിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ചൂസ് ഫയൽ ഓപ്ഷൻ കൊടുത്തിട്ട് ഞാനൊരു ചിത്രം സെലക്ട് ചെയ്യുകയാണ്. ഒരു ചിത്രം ഞാൻ സെലക്ട് ചെയ്തു. ശേഷം സൈൻ അപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യും. ഇപ്പൊ നിങ്ങളോട് ഇവിടെയായിട്ട് ലെറ്റർ വിത്ത് ലോഗിൻ ആൻഡ് പാസ്വേഡ് സെൻഡ് യുവർ ഇമെയിൽ എന്നും ഇമെയിൽ ഒരു പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് പാസ്വേഡ് നിലവിലില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ബാക്ക് പോവുക, അല്ലെങ്കിൽ അത് ഹോം കീ കൊടുത്ത് ഇത് മിനിമൈസ് ചെയ്യുക. കഴിഞ്ഞാൽ നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന മെയിൽ ഓപ്പൺ ചെയ്യുക. മുകളിലായിട്ട് ostagram.ru എന്നുള്ള സൈറ്റിന്റെ ഒരു മെയിൽ കാണുന്നുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിക്ക് തൊട്ട് താഴെയായിട്ട് ഒരു പാസ്വേഡ്, അത് റഷ്യൻ ലാംഗ്വേജ് ആണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് അത് പാസ്വേഡ് മാത്രം കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്യുന്നു, നമ്മളത് ബാക്ക് ചെയ്യുന്നു, വീണ്ടും ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു, ഐ അക്സെപ്റ്റ് എന്നുള്ള ഭാഗം കൊടുക്കുന്നു. ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക. ശേഷം ആ പാസ്വേഡ് ഇവിടെ ഇട്ട് പേസ്റ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് സൈൻ ഇൻ സക്സസ്ഫുൾ എന്ന് ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടും. ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് എഫക്റ്റുകൾ താഴേക്ക് നോക്കുന്നതനുസരിച്ച് ഒരുപാട് രീതിയിലുള്ള എഫക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒട്ടനേകം എഫക്റ്റുകൾ നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് പ്രിസ്മ മോഡലുകളിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ടുള്ള 3 ബട്ടൺ ഭാഗത്ത്, പ്ലേ പോലുള്ള ബട്ടൺ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങളോട് ഇവിടെയായിട്ട് ഫ്രീ, പ്രീമിയം, HD എന്നുള്ള ഭാഗങ്ങൾ കാണാം. നമുക്ക് ഫ്രീ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതിൽ ചൂസ് ഫയൽ എന്നുള്ള ഭാഗം ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ട എഫക്റ്റ് കൊടുക്കേണ്ട ഫോട്ടോ ഏതാണോ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തു. ആ സമയത്ത് നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടൈം കാണിക്കും, എത്ര മിനിറ്റ് കൊണ്ട് അത് റെഡിയാവും എന്നുള്ളത്. ആ സമയത്തിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റെഡിയാവുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം കാണിച്ച് നിങ്ങളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഇതുപോലൊരു പേജ് നിങ്ങൾ മുമ്പ് ക്രിയേറ്റ് ചെയ്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലോഡിംഗ് എന്നുള്ള പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. നിങ്ങളിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ അത് ഓൾറെഡി സേവ് ആകും. ശേഷം നിങ്ങൾക്ക് സേവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലാസ്റ്റ് 3ാമത് കാണുന്ന ചിത്രം പോലെ ചിത്രം കാണാൻ സാധിക്കും. അതിന് മുകളിലായിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ഇമേജ് എന്നുള്ളൊരു ഭാഗം കാണാം. ജസ്റ്റ് സേവ് ഇമേജ് എന്നുള്ള ഭാഗം കൊടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലിലേക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അത്രയുമാണ് നിങ്ങൾ ഇതുപോലുള്ള എഫക്റ്റുകൾ വരുത്തിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്ത ഇമേജുകൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അതിനായിട്ട് ഗാലറി ഓപ്പൺ ചെയ്യുന്നു. ഗാലറിയിൽ ഡൗൺലോഡ് എന്നുള്ളൊരു ഫോൾഡർ നിങ്ങൾക്ക് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ഞാൻ കൊടുത്തിരിക്കുന്ന ചെയ്ത എഫക്റ്റുകൾ, വർക്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ ഒരുപാട് ഒട്ടനേകം എഫക്റ്റുകൾ, ഒരു 1000കണക്കിന് എഫക്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു രീതിയാണ് നിങ്ങളുമായിട്ട്
ഇവിടെ ഷെയർ ചെയ്തത് ഐഫോണുകാർക്ക് മാത്രമല്ല ആൻഡ്രോയിഡുകാർക്കും ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളത് നിങ്ങൾ തെളിയിച്ചു കൊടുക്കണം. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. നന്ദി മൈ ഡിയർ ഫ്രണ്ട്സ്.